കോളേജ് തുറന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ കുത്തി തുറന്നെ. എന്തിനാ കുട്ടി തുറക്കുന്നേ? കോളേജ് തുറന്ന എല്ലാ പെൺകുട്ടികളെ കാണാൻ പറ്റൂ. എങ്കിലും നിന്നെ ഞാൻ സമ്മതിച്ചു ജോർജേ. നീ ഒരു പെണ്ണിനെ നോക്കിയാൽ മതി, അത് താനെ വളയും. പ്രേമെന്ന് വെച്ചാൽ ജോർജിന് വ്രതമാശം പോവും. വളയുന്നവരെ ജോർജ് പച്ചവെള്ളം കുടിക്കില്ല. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നെ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ വായി നോക്കി നിൽക്കുന്നത്. അയ്യോ സരോജം, ജോർജ് പാവമാ. അതെ അതെ, ഉറങ്ങിക്കിടക്കുമ്പോ മാത്രം. നിൽക്ക്, എന്താ കുട്ടിയുടെ പേര്? പേരക്ക. എന്നാ ഞങ്ങളൊന്ന് കടിച്ചു തിന്നോട്ടെ. നിന്നോടൊക്കെ സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സർവജം. നീ എന്റെ മുന്നിൽ ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാ മതി. റാങ്കിങ് ആയിരിക്കും, എന്നാലും കളിക്കാം. ഇന്നാ പിടിച്ചോ. കിഴക്കു ദിക്കിലെന്തെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ ഉരിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. കിഴക്കു ദിക്കിലെന്തെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ ഉരിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. അടിപൊളി ഒരു പെണ്ണ്. നിൽക്കടി. എന്താ സ്റ്റോപ്പ് പറഞ്ഞത്? എന്താ നിന്റെ പേര്? മലർ. ഇത്രയും മലർന്നാ മതിയോ? ഇവളുടെ പേര് മലർ, ഇവളുടെ ചേച്ചിയുടെ പേര് അവൾ, അനിയത്തിന്റെ പേര് പൊടിയനായിരിക്കും. നീങ്ക എന്നാ പണ്ണീങ്ക? എന്തര്? നീ എന്ത് പന്നിയാടാന്നാ അവള് ചോദിച്ചത്. എടാ, അവള് തമിഴാ പറയുന്നത്. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഐ എം നോട്ട് എ സ്റ്റുഡന്റ്, ഐ എം ലെക്ചർ. എന്തര്? എടാ, അവള് കച്ചറയാന്നാ പറയുന്നത്. എടാ, കച്ചറയല്ല, ലെക്ചർ എന്നാ പറഞ്ഞത്. എന്നാലും ജോർജ്, നിന്റെ മുമ്പിൽ അവള് വന്ന് പെട്ടല്ലോ. നിനക്ക് അവളെ വളയ്ക്കാൻ പറ്റുവോടെ? പഞ്ചസാര തിന്നുന്നത് ഉറുമ്പിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത് മണത്തെറിഞ്ഞ് തിന്നോളും. നീ അവളെ കെട്ടുകൂടാ ജോർജ്. മരം കൊത്തുന്നതേ കൊത്തി മുറിക്കാനല്ല. മരം കൊത്തി ഈ കോളേജിൽ എത്ര നല്ല മരം ഉണ്ടാ. ഈ സീമൊക്കൊന്ന് കൊത്തി നീ എന്തിനാണ് നാത്തിക്കുന്നത്? എന്റെ പൊന്നളിയാ, നിന്റെ അടുത്തല്ലോ പറഞ്ഞത്. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടല്ലേലും സിമത്തും കോണ്ട. പണ്ട് ജയിലിൽ കിടന്ന കവറോളിലെ മമ്മൂട്ടി വരുന്നുണ്ട്. കനകനിലാവേ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ കളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോ കളിമൺ വീണയിൽ സ്വരമേളങ്ങളിൽ. എന്റെ മോളെ കണ്ടോ? നിങ്ങളുടെ മോളെ കണ്ടിരുന്നെങ്കിൽ ഈ ജോർജ് പണ്ടേ വളച്ചേരുന്നേ. എന്താ നിങ്ങളുടെ മോളുടെ പേര്? അറിയില്ല. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന? അറിയില്ല. എവിടെയാ വീട്? അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തറിയാം? എല്ലാ പെൺകുട്ടികളുടെ ലിസ്റ്റ് അറിയുന്ന ജോർജ് ഇങ്ങനെ പറഞ്ഞാലോ? ഞാൻ പ്രേമിച്ച പെൺകുട്ടികളെ ഒക്കെ ഞാൻ വിളിക്കാം. അതിൽ നിങ്ങളുടെ മകളെ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ കണ്ടുപിടിച്ചോളാം, പാടി പാടി കണ്ടുപിടിച്ചോളാം. മാരിക്കുളിരിൽ നീലത്തുളസി കതിരുകൾ ഉലയുമ്പോ മലവള്ളിക്കുടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോ അമ്പലമുറ്റത്താലു വിളക്കുകൾ മിന്നി മുനിഞ്ഞപ്പോ പൂക്കണിയാടുമൊരാവണിമേറ്റിൽ പൂപ്പടയുണരുകയാൽ കരിവള ഇളകിയ പൈമ്പുഴ പോലും മധുമോഹിനിയാ. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ഇതിലേതാ നിങ്ങളുടെ മോള്? ഇത് എന്റെ മോള്. ഇത് തന്നെ ത്രികോണ നടത്താം. ഒരു കൈ വാർക്കം പഠിക്കാറ് സിമെന്റിൽ കുത്തുന്നത് കണ്ടോ? മോളെ ഒന്ന് പപ്പാന്ന് വിളിക്ക്. ഇല്ല. വിളിക്ക് മോളെ, ഒറ്റ തവണ
എങ്ങനെയെങ്കിലും പപ്പാന്ന് വിളിക്കുമ്പോളെ. ഇല്ല, വിളിക്കില്ല. സ്വന്തം പപ്പയല്ലേ, പപ്പാന്ന് വിളി. പപ്പാനെ വിളിച്ചാലേ എന്റെ ലിപ്സ്റ്റിക് പോവും. കനകനിലാവേ തുയിലുണരൂ, തരള വസന്തം വരവായി. എടാ ജോർജ, നിന്നെ നോക്കി മോഹൻലാൽ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. മോഹൻലാലോ? അതെന്തിന്? പുള്ളിക്കാരന്റെ മോളെ കാണുന്നില്ല, ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കാൻ. തോമസ് കുട്ടി വിട്ടോടാ.